പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കൈപ്പക്ക വിളവെടുപ്പിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിയുള്ള ബെല്ലൈക്കണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഈ കൈപ്പക്ക ഇവിടെ ഇത് നിറച്ച് കൈപ്പക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇറക്കുകയാണ്. ഇത് വിത്തിന് നിർത്തിയെന്നാണ് കേട്ടോ. ഇത് നമ്മൾ വിത്തിന് നിർത്തിയ കയ്പങ്ങയാണ്. ഇത് പഴുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഉണ്ടായതാണ്. അപ്പോൾ നമ്മളത് ഒന്നറുത്ത് ഇതൊക്കെ നമ്മൾ ഈ ജന്തുക്കൾ വന്നിട്ട് കുത്തുന്നതിന് നമ്മളിത് കവറിട്ട് കൊടുത്താണ്. ഇങ്ങനെ കവറിട്ട് കൊടുത്തില്ലെങ്കിൽ അതൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അത് ഈ ചെറിയ ഒരു ജന്തു ഉണ്ടല്ലോ കുത്തണ, അത് നമ്മൾ ഈ പൂവിട്ടുകൊണ്ട് ചാഞ്ഞ് വരുമ്പോൾ തന്നെ അവരത് കുത്തി നാശാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള കവറ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ. ഇതൊരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. നല്ല ഒരു ടിഷ്യൂ പേപ്പർ. ഇത് കേടുവരാത്തൊരു പേപ്പറാണ്. അത് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പർ ചുറ്റി കൊടുത്തു. ഇതിന് ഒരുപാട് കയ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല തൂക്കമുള്ള ഒരു 200 ഗ്രാം 250 ഗ്രാം ഓരോ കയ്പൊക്കെ ഉണ്ട്. നല്ല തൂക്കമുള്ള കയ്പൊക്കെ. ഇതൊക്കെ നമ്മൾ ഇതിൽ ഇട്ട് വെക്കാം. ഒന്നിവിടെ താഴെ ഉണ്ട് കേട്ടോ. നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പോലും ഈ പുഴുക്കൾ വന്നിട്ടത് നശിപ്പിച്ചിട്ടുണ്ട്. ഈ വളവ് ഇങ്ങനെ വന്നത് പുഴുക്കൾ തിന്നുമ്പോൾ ഇത് കുത്തുമ്പോഴുള്ള പ്രശ്നമാണിത്. അല്ലെങ്കിൽ നല്ല കയ്പക്കാവുക. ചെറുതാണ്. ഇതൊക്കെ കേട് വന്നാണ്. നമ്മൾ കവറിട്ടില്ല, അതുകൊണ്ട് ഇതിങ്ങനായി. കവറിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് വലിയ കയ്പക്കായി കിട്ടി. നമ്മൾ കാണാതൊക്കെ എടുക്കണതാണ്. കവറ് ഇടാൻ പറ്റാതെ നമ്മൾ ഇടയ്ക്കിൽ കാണാതെ വരില്ലേ, അങ്ങനെ ഉള്ള കയ്പക്കയാണത്. ഇവിടെ ഒരു തോടാണ് കേട്ടോ. വെള്ളം വെച്ച് കണ്ടില്ലേ. ഇവിടെ ഒരു കയ്പൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നിന്നോട്ടെ, ഒന്ന് ചെറുതാണ്. വലുതായിട്ട് നമുക്ക് വീണ്ടും വിത്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. ഈ ഭാഗത്തൊക്കെ നല്ല കയ്പൊക്കെ ഉണ്ടോ. ഇതൊക്കെ ചെറിയതായിട്ട് ഇങ്ങനെ ഉണ്ടായി വരണുള്ളൂ. വേണ്ടോ, ഇവിടെയൊക്കെ ചെറുതുണ്ടാകുന്നുണ്ട്. അതുമാതിരി ഇതിൻ്റെ എല്ലാ തലഭാഗത്തൊക്കെ ഇങ്ങനെ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്ന് ഇവിടെ ഇതുണ്ടോ, ഇത് അങ്ങനെ ഇത് ഉണ്ടാലും നിന്നിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ ഏലമാണ് കേട്ടോ. ഈ ഏലം കൊടുത്തിട്ട് ഉണ്ടായിട്ട് ഏലത്തിനതിന് കായുണ്ടാകണേ. അത് ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചിരുന്നല്ലോ. അതാണിത്. ഏലം നല്ല ഉഷാറായിട്ടുണ്ടാവണുണ്ട്. നമ്മളവിടെയും ഏലം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. ഇത് കണ്ടോ, ഒരു കയ്പക്ക. ഇത് നല്ലതായിരുന്നു. ഇത് മയിൽ തിന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ വരുമ്പോൾ ഒരു മയിൽ ഇവിടെ നിന്നിരുന്നു. അപ്പോൾ അത് കൊത്തുമ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നൊരു കയ്പൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ മയിലുകൾ ഭയങ്കര ശല്യമാണ്. നമുക്ക് കാണാനൊക്കെ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഈ കൃഷിയൊക്കെ നശിപ്പിക്കും. ഈ പൂള കുത്തിയാലും എന്തുണ്ടെങ്കിലും കയ്പങ്ങൻ്റെ ഇലടക്കം തിന്നു. ഇതൊക്കെ ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കണ്ടാൽ മതി. ഇനി കുറച്ച് വെറും തണ്ട് മാത്രമാവും. 1 or 2 കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഫുള്ളാണ് തീർത്താണ് പോകും. അപ്പോൾ അത് കണ്ടോ, നമുക്ക് എത്ര കിലോ ഉണ്ടോ ഒന്ന് തൂക്കി നോക്കാം. പിന്നെ ഇത് വേറെ കയ്പൊക്കെയാണ് കേട്ടോ. ഇതൊരു നല്ല നീളം വെക്കണൊരു കയ്പൊക്കെയാണ്.
ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വലുതാണത്, കവറിട്ട് കൊടുത്താണത്. നിങ്ങൾ അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല, അവിടെ ഓരോന്നും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇത് വല്ല കാപ്പിടുത്തമില്ലാത്തൊരു കയ്പ്പയ്ക്കാണ്. പക്ഷേ ഇത് ഒരു 1/2 കിലോയുടെ മേലുണ്ടാകണം അങ്ങനത്തെ വലിയ കയ്പ്പയ്ക്കൻ്റെ വിത്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഉണ്ട് ഇവിടെ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. സൂം ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് എന്ന് അറിയില്ല. പിന്നെ ഒന്നിങ്ങനെ ഒരു കുമ്പളങ്ങ ഇവിടെ താഴെയുണ്ട്. ഇതുണ്ടോ, നിങ്ങൾ നിറയെ കുമ്പളങ്ങയാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ വലുതുണ്ട്, അതിൻ്റെ മുകളിൽ ഒന്ന് വലുതുണ്ട്. പിന്നെ നിറയെ കുമ്പളങ്ങയുണ്ട്, ചെറിയ കുമ്പളങ്ങയാണ്. ഇത് വലിയ വലിപ്പം ഉണ്ടാവില്ല, ഏറിയ ഒരു 1/2 കിലോ 3/4 കിലോ ഒക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്ന് ഇവിടെ ഉണ്ട്, ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ കുമ്പളങ്ങ. ഇതിപ്പോൾ നമ്മളൊരു 2 എണ്ണം നമ്മളിത് അറുത്തിട്ടോ ഈ കുമ്പളങ്ങ. അപ്പോൾ പിന്നെ ചെറിയ കുമ്പളങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട് സൈഡിലൊക്കെ. ഇത് നല്ല ഒരു സൈസ് ചെറിയ കുമ്പളങ്ങയാണെങ്കിൽ ഇത് നല്ല വിളവുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് നമുക്കിനി വേറെ നട്ടുണ്ടാക്കണം. ഇത് നമ്മൾ വലിയ പരിചരണമൊന്നും വേണ്ട, ഒരു മരത്തുമ്മക്കാണ്ട് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വെറുതെ വളർന്നോളും. പിന്നെ ഒരു ഏലത്തിൻ്റെ മരം ഇവിടെയുണ്ട് കേട്ടോ, തൈ ഇവിടെ ഉണ്ട്. മരം എന്ന് പറഞ്ഞത് സോറി, ഇതും നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാതെ വളർന്നു. ഇത് നമ്മളിപ്പോൾ ഒരു 4-5 മാസമായിട്ടുള്ളൂ വെച്ചിട്ടോ. എന്നാലും ഇവിടെ പിടിച്ചുണ്ടായി. പിന്നെ കാന്താരി മുളകുണ്ട്. കാന്താരി മുളക് നമ്മളിവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ, ഫുള്ള് കാന്താരിയാണ് ഈ ഭാഗത്ത് ഒക്കെ കാന്താരി മുളകാണ്. ഒക്കെ ഇങ്ങനെ കായ്ച്ച് വരണുള്ളൂ. പിന്നെ ഒരു കേട് വന്നിട്ട് ഞാൻ മരുന്നടിച്ചതാണ്. ഒരു സൈസ് കേട് വരുന്നുണ്ട്, ഒരു തുരുമ്പിക്കൽ കേട്. അതെല്ലാ കാന്താരി മുളകിനും ഉള്ളൊരു പ്രശ്നമാണത്. പിന്നെ കുറച്ച് മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. മഞ്ഞൾ നമ്മൾ അത് ഉണ്ടാക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഉഷാറായിട്ടില്ല. എന്നാലും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി നനവ് വെച്ചിട്ട് പിന്നെയാണ് നനവ് നിർത്തുള്ളൂ. നമ്മളിത് ഉണ്ടാക്കാൻ കുഴിച്ചിടാൻ നേരം വൈകിയതുകൊണ്ടാണിത് ഇങ്ങനെ വളർച്ച ഇല്ലാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നല്ല വളർച്ചയുള്ള നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ. ഏതായാലും നമ്മളെ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇതിൽ നിന്ന് കിട്ടുന്നതായിരുന്നു. ഇവിടെ ഒരു മഞ്ഞളുണ്ട്, അത് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു ആ മഞ്ഞൾ. ഈ കൃഷിൻ്റെ മാത്രം കാണിക്കാമെന്ന് പൂക്കളെ കാണിക്കാത്തത് എന്താണ്, നമ്മൾ കൃഷിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ നിർത്തിയിട്ടാണ്. ഇതിപ്പോൾ തക്കാളി ഉണ്ടല്ലോ, ഇത് ചെറിയ തക്കാളിയാണ്. നമ്മളിങ്ങനെ പറിച്ച് കഴിക്കണ കറിക്കൊന്നും പറ്റില്ല. ഇടുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇത് മധുരം കൂടുതലാണ് ഈ തക്കാളിക്ക്. ചെറിയ നെല്ലിക്ക പോലുള്ള ഇതിന് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് വല്ലാതെ വളരില്ല, ഒന്നുകൂടി കൊണ്ട് വളരുള്ളൂ. ഒരു നെല്ലിക്കൻ്റെ അത്ര ഈ തക്കാളി വളരുള്ളൂ. ഒന്ന് നമ്മൾ ഈ കൃഷിൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചീര ഉണ്ടോ, ചീര നല്ല വലുപ്പമുള്ള ചീര ഉണ്ട്, പച്ച ചീര. ഇതിൻ്റെ മുൻപ് വയലറ്റ് കളറുള്ളതുണ്ടായിരുന്നു, അത് നമ്മൾ പറിച്ച് തീർന്നു. ഇത് വഴുതനങ്ങ കേട്ടോ, കത്തിരിക്ക എന്നും പറയും, വഴുതനങ്ങ. ഇവിടെയൊക്കെ ചീര ഉണ്ട്, ഇത് വഴുതനങ്ങ. ഇതിനുള്ള പ്രശ്നം ഇതിന് നിറച്ചൊരു പുഴുക്കേട് വരാനുണ്ട്. ഈ പൂ കൊണ്ട് വരുന്ന സമയത്ത് പുഴുക്കൾ വന്നിട്ട് ആണ്ട് തിന്ന് നശിപ്പിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മരുന്നടിച്ച് കൊണ്ടേയിരിക്കണം. ഇവിടെയുണ്ട്, ഇതാണ് ഇതിലൊക്കെ പൂ ഇങ്ങനെ വന്ന് അപ്പോൾ അത് ജന്തുക്കൾ വന്നിട്ട് നാശാക്കുവാണ്ട് കേടൊന്ന് ചാടും ചെയ്യും. ഞാനിതിനുള്ള മരുന്ന് അടിക്കുന്നത് പിന്നെ നമ്മൾ തന്നെ ഇവിടെ വീട്ടിലുണ്ടാക്കണ മരുന്നാണ് കേട്ടോ. കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡുള്ള അതൊരു സ്പൂണ്, പിന്നെ ഒരു പുകയില അതും നമ്മൾ യോജിപ്പിച്ച് പുകയില വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളവും ഈ സോപ്പിൻ്റെ ലിക്വിഡും വെച്ചിട്ട് ഒരു 50 മില്ലി ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 50 മില്ലി പിന്നെ 50 മില്ലി തന്നെ വേണ്ട സോപ്പ്, ഒരു 25 മില്ലിഗ്രാം, പിന്നെ ഒരു 50 മില്ലി മറ്റേ ഇതുണ്ടാക്കിയിട്ട് പുകയിലിൻ്റെ കഷായം ഉണ്ടാക്കിയിട്ട് അതും 1 ലിറ്റർ വെള്ളത്തിലാണ്ട് യോജിപ്പിക്കുക കേട്ടോ. എന്നിട്ടത് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പുഴുക്കേടൊക്കെ മാറിക്കിട്ടും. ഇത് കണ്ടോ, ഒരു മുളകാണ്. മുളകിനെക്കാട്ടിലും വലുപ്പമുണ്ട് ഈ മുളകിൻ്റെ, ഇത് മണ്ടായ മുളക്.
ഇതാണ് ഈ ചെറിയൊരു മുളകാണ്, പക്ഷേ അത് ആ മുളകിന് താങ്ങാനുള്ള വലുപ്പത്തിലുള്ള മുളകല്ല അതിൽ ഉണ്ടാവുന്നത്. ഈ ചീര നമ്മൾ വിത്തിന് നിർത്തിയതാണ് കേട്ടോ. ഇത് വിത്തിന് നിർത്തിയിട്ട് ഞാൻ മരുന്ന് ഇതിന് അടിക്കണില്ല. മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാഗണം നടക്കില്ല എന്ന് കരുതിയിട്ട് മരുന്നൊന്നും അടിക്കണില്ല. പുഴുക്കേട് നല്ലതുണ്ട്, നമുക്ക് വിത്തിന് ആവശ്യത്തിനുള്ളത് കിട്ടുമെന്ന് കരുതിയിട്ടാണ് അതിന് മരുന്ന് അടിക്കാതെ നിർത്തിയിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതിന്മേൽ ഒരു മുളക് ഉണ്ടായിട്ടുണ്ട്. ഇതാകെ ഒരു അരച്ചാണുള്ളൂ ഈ ഇത് കേട്ടോ. കണ്ടില്ലേ എൻ്റെ അടയാളം കണ്ടു, എൻ്റെ കയ്യെ നോക്കിയാൽ ഒരു ചാണ് തന്നെ അല്ല. അതിന്മേലാണ് ഇപ്പോൾ അതിന് താങ്ങാൻ വലുപ്പത്തിൽ കൂടുതൽ വലുപ്പത്തിലൊരു മുളകുണ്ടായിട്ടുള്ളത്. ഇവിടെ ഉണ്ട് കേട്ടോ. ഈ മുളകിന് വലിയൊരു എരിവില്ലാത്ത മുളകാണ്, പക്ഷേ ഇത് നമ്മളൊന്നും കൃഷി ചെയ്യാതിരിക്കുക നല്ലത്. നഷ്ടമാണ് ഇത്. നമ്മൾ ഈ മുളക് മരം വലുതാകുന്നതിന് മുന്നേ തന്നെ പൂവിട്ട് അതങ്ങോട്ട് നശിച്ച് പോവുക മരം. ഇതുണ്ട് ഇവിടെയൊക്കെ പുഴുക്കേട് കണ്ട, ഇത് ചീര പുഴുക്കേടാണ്. അതൊക്കെ നമ്മൾ നുള്ളിയിട്ട് ഒന്ന് കാലേറ്റ് ചവിട്ടി ഇറക്കിയാൽ അതുകൊണ്ട് ചത്തു പോയിക്കോളും. ഇതിവിടെ നമ്മൾ കുരുമുളകാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് തെക്കനാണ്. ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ കായുണ്ട്. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ കായ പ്രതീക്ഷിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതുണ്ടോ, ഈ രണ്ട് ചട്ടിയിലാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മളത് വെക്കുമ്പോൾ തന്നെ ഇതിന്മേൽ ചെറിയ ഇതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ശരിക്ക് കാപ്പിടുത്തിട്ടൊന്നുമില്ല. അല്ല, നമുക്ക് ഈ കുരുമുളകിൻ്റെ ഒരു വിഷയം നമുക്ക് എന്താണോ, ഏത് കാലാവസ്ഥയിൽ ഏത് ടൈമിലും നമുക്ക് കുരുമുളക് കിട്ടുന്നുള്ളതാണ്. ഒരു വീട്ടിൽ 4-5 അങ്ങനത്തെ ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും നമുക്ക് കുരുമുളക് എവിടുന്നും വാങ്ങും വേണ്ട, നമ്മളെ ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് കിട്ടും. അതാണ് ഈ കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം.